ആകാശവാണി വാർത്താ വീക്ഷണം. കേരളത്തിന് വികസന കുതിപ്പ് നൽകി 11,000 കോടി രൂപയുടെ കേന്ദ്ര പദ്ധതികൾ. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം അഞ്ജന പുതിയമഠം. കേരളത്തിന്റെ വികസന യാത്രയിൽ കേന്ദ്ര സർക്കാരിന്റെ സജീവ പങ്കാളിത്തവും പിന്തുണയും അടയാളപ്പെടുത്തുന്ന നിരവധി പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം തുടക്കമിട്ടു. സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും സാമ്പത്തിക വളർച്ചയ്ക്കും പുതിയ ഉണർവ് പകരുന്ന ഈ പദ്ധതികൾ കേരളത്തിന്റെ വികസനത്തിന് പുതിയ ദിശയാണ് തുറന്നു നൽകിയത്. വികസന രംഗത്ത് കേന്ദ്ര സർക്കാർ കേരളത്തിനൊപ്പമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ച് ഉറപ്പു നൽകിയിരുന്നു. അതിന്റെ തുടർച്ചയായാണ് പുതിയ പദ്ധതികൾ യാഥാർത്ഥ്യമാകുന്നത്. സംസ്ഥാനത്ത് 11,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്കാണ് ബുധനാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവഹിക്കുകയും തറക്കല്ലിടുകയും ചെയ്തത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും തൊഴിൽ അവസരങ്ങൾ വർദ്ധിപ്പിക്കാനും ഇതിലൂടെ സാധ്യമാകും. മുംബൈ കന്യാകുമാരി സാമ്പത്തിക ഇടനാഴിയുടെ ഭാഗമായുള്ള ദേശീയപാത 66 തലപ്പാടി ചെങ്കള ഭാഗത്തെ 6-വരിപ്പാതയും 2,140 കോടി രൂപ ചെലവിൽ വെങ്ങളം മുതൽ രാമനാട്ടുകര വരെ 6-വരിപ്പാതയായി നവീകരിച്ച കോഴിക്കോട് ബൈപ്പാസും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനായി 2,650 കോടി രൂപ ചെലവിലാണ് തലപ്പാടി ചെങ്കള ഭാഗത്തെ 6-വരിപ്പാത നിർമ്മിച്ചത്. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച ഷൊർണൂർ ജംഗ്ഷൻ, കുറ്റിപ്പുറം, ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനുകളുടെയും 90 കോടി രൂപ ചെലവിൽ പൂർത്തിയാക്കിയ 65 കിലോമീറ്റർ നീളമുള്ള ഷൊർണൂർ നിലമ്പൂർ റോഡ് റെയിൽവേ ലൈൻ വൈദ്യുതീകരണ പദ്ധതിയുടെയും ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. കേരളത്തിനും തമിഴ്നാടിനും ഇടയിലുള്ള റെയിൽ ഗതാഗതം ശക്തിപ്പെടുത്തുന്നതിനായി പാലക്കാട് പൊള്ളാച്ചി ട്രെയിൻ സർവീസും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഈ പുതിയ ട്രെയിൻ സർവീസ് ഇരു സംസ്ഥാനങ്ങൾക്കുമിടയിൽ യാത്ര ചെയ്യുന്ന ദൈനംദിന യാത്രക്കാർ, തീർത്ഥാടകർ, വ്യാപാരികൾ, വിനോദസഞ്ചാരികൾ എന്നിവർക്ക് കൂടുതൽ സൗകര്യപ്രദവും താങ്ങാനാവുന്നതുമായ യാത്രാമാർഗം ഒരുക്കും. 5,500 കോടിയിലധികം രൂപ ചെലവിൽ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ കൊച്ചി റിഫൈനറിയിൽ സ്ഥാപിക്കുന്ന പോളിപ്രൊപ്പലിൻ യൂണിറ്റിന്റെ നിർമ്മാണോദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. കൊല്ലം ജില്ലയിലെ പടിഞ്ഞാറെ കല്ലടയിൽ 50 മെഗാവാട്ട് ശേഷിയുള്ള ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതിക്കും തറക്കല്ലിട്ടു. പോളിപ്രൊപ്പലിൻ പ്ലാന്റ് കേരളത്തിലെ വ്യവസായ വികസനത്തിന് വലിയ പ്രാധാന്യമുള്ള പദ്ധതിയാണ്. പാക്കേജിംഗ് സാമഗ്രികൾ, വാഹനഭാഗങ്ങൾ, മെഡിക്കൽ ഉപകരണങ്ങൾ, ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങിയവ നിർമ്മിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. ഈ പ്ലാന്റ് പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാകുന്നതോടെ രാജ്യത്ത് പോളിമർ ഉൽപാദനം വർദ്ധിക്കുകയും ഇറക്കുമതിയിലുള്ള ആശ്രയം കുറയുകയും ചെയ്യും. അതോടൊപ്പം കൊച്ചിയിലും സമീപ പ്രദേശങ്ങളിലും പുതിയ വ്യവസായങ്ങളും അനുബന്ധ സംരംഭങ്ങളും വളരാൻ ഇത് സഹായിക്കും. നിരവധി തൊഴിലവസരങ്ങളും ഈ പദ്ധതിയിലൂടെ സൃഷ്ടിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൊച്ചി റിഫൈനറിയിലെ പോളിപ്രൊപ്പലിൻ യൂണിറ്റിന് പിന്നിലെ ലക്ഷ്യം പെട്രോളിയം മേഖലയെ കൂടുതൽ കരുത്തുറ്റതാക്കുക എന്നതാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ടെക്സ്റ്റൈൽ, മെഡിക്കൽ ഉപകരണ നിർമ്മാണ മേഖലകളെ സഹായിക്കുന്നതിനായി പ്രതിവർഷം 4 ലക്ഷം ടൺ ഉൽപാദനമാണ് ഈ യൂണിറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. സ്വയം പര്യാപ്ത കേരളം കെട്ടിപ്പടുക്കുന്നതിനും മേക്ക് ഇൻ ഇന്ത്യയ്ക്കും പെട്രോളിയം മേഖലയുടെ വികസനം അത്യന്താപേക്ഷിതമാണ്. ഇന്ത്യയെ ആഗോള നിർമ്മാണ സാങ്കേതിക കേന്ദ്രമായി ഉയർത്താനുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായി നിർമ്മിത ബുദ്ധിയും സെമി കണ്ടക്ടർ മേഖലയും ഉൾപ്പെടെയുള്ള രംഗങ്ങളിലെ രാജ്യത്തിന്റെ പുരോഗതി സുസ്ഥിര ഊർജ്ജത്തിന് അനിവാര്യമാണ്. 50 മെഗാവാട്ട് ഫ്ലോട്ടിംഗ് സോളാർ പ്രൊജക്ടിന് തറക്കല്ലിട്ടതോടെ സൗരോർജ്ജ ഉൽപാദന രംഗത്ത് കേരളം മുന്നേറുന്നു എന്ന് ഉറപ്പുവരുത്താനായി ധാരാളം ജലാശയങ്ങളുള്ള കേരളത്തിന് ഫ്ലോട്ടിംഗ് സോളാർ പവർ മേഖലയിൽ വലിയ സാധ്യതകളുണ്ട്. തുടർന്ന് ഹരിതാഭമായ ഒരു ഭാവിയിലേക്കുള്ള മാറ്റം എടുത്തുപറഞ്ഞ പ്രധാനമന്ത്രി സൗരോർജ്ജ ഉൽപാദനത്തിൽ കേരളം ഇനിയും മുന്നോട്ടു പോകണമെന്നാണ് ആഗ്രഹമെന്ന് അറിയിച്ചു. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെയും റെയിൽവേ വൈദ്യുതീകരണത്തിലൂടെയും പ്രാദേശിക കണക്ടിവിറ്റിയിൽ സുപ്രധാന നേട്ടങ്ങളാണ് കൈവരിച്ചത്. ഷൊർണൂർ ജംഗ്ഷൻ, കുറ്റിപ്പുറം, ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിലെ നവീകരണ പ്രവർത്തനങ്ങളും പുതിയ പാലക്കാട് പൊള്ളാച്ചി ട്രെയിൻ സർവീസും കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ജനങ്ങളുടെ യാത്രാനുഭവത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. കേന്ദ്ര ബജറ്റ് അടിസ്ഥാന സൗകര്യ വികസനത്തിനായി റെക്കോർഡ് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. പ്രാദേശിക വികസനത്തിൽ ദേശീയ ബജറ്റിനുള്ള സ്വാധീനം സൂചിപ്പിച്ചുകൊണ്ട് നവീനമായ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ഇന്ത്യ നടത്തുന്ന നിക്ഷേപങ്ങളെ ലോകം പ്രശംസിക്കുകയാണെന്നും പ്രധാനമന്ത്രി വെളിപ്പെടുത്തി. റോഡ്, അടിസ്ഥാന സൗകര്യങ്ങൾ, കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുക മാത്രമല്ല, വികസനം വേഗത്തിലാക്കുകയും ചെയ്യും. കോഴിക്കോട് ബൈപ്പാസ് ഉൾപ്പെടെയുള്ള പുതിയ 6-വരിപ്പാതകളും അഴീക്കൽ തുറമുഖത്തേക്കുള്ള മെച്ചപ്പെട്ട കണക്ടിവിറ്റിയും യാത്രാ സമയവും ഗതാഗത കുരുക്കും ഗണ്യമായി കുറയ്ക്കും. ഈ പദ്ധതികളെല്ലാം കേരളത്തിലെ കർഷകർക്ക് ഗുണകരമാകും. അവ ഇവിടുത്തെ ടൂറിസം മേഖലയ്ക്കും മറ്റ് വ്യവസായങ്ങൾക്കും വലിയ ഉണർവ് നൽകുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പിച്ചു പറഞ്ഞു.
അടിസ്ഥാന സൗകര്യ മേഖലയിൽ നിക്ഷേപിക്കുന്ന ഓരോ രൂപയും യുവാക്കൾക്ക് വലിയ തോതിലുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള ചാലകശക്തിയായി പ്രവർത്തിക്കുമെന്ന് പ്രസംഗം ഉപസംഹരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി ആവർത്തിച്ചു. ഈ ബഹുമുഖ പദ്ധതികൾ സംസ്ഥാനത്തിന്റെ ഉജ്ജ്വലമായ ഭാവിയിലേക്കുള്ള അത്യന്താപേക്ഷിതമായ ചുവടുവയ്പ്പുകളാണ്. വികസിത കേരളം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ ഈ പദ്ധതികൾ നിർണായക പങ്ക് വഹിക്കുമെന്ന കാര്യത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. കൊച്ചിയിലേക്കുള്ള ഓരോ സന്ദർശനവും എപ്പോഴും മികച്ച അനുഭവമാണെന്ന് സൂചിപ്പിച്ച പ്രധാനമന്ത്രി ഈ പദ്ധതികളുടെ പേരിൽ കേരളത്തിലെ ജനങ്ങളെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണെന്ന് അറിയിച്ചു. എറണാകുളത്ത് അഖില കേരള ധീവര സഭയുടെ സുവർണ ജൂബിലി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യവേ മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെക്കുറിച്ച് പ്രധാനമന്ത്രി വിശദീകരിച്ചു. കഴിഞ്ഞ 50 വർഷമായി മത്സ്യത്തൊഴിലാളികളുടെ അവകാശത്തിനായി സംഘടന പ്രവർത്തിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ധീവര സമൂഹം രാജ്യത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ വളർച്ചയ്ക്ക് നൽകിയ സംഭാവനകളെ അഭിനന്ദിച്ചു. മലയാളത്തിൽ കടലിന്റെ മക്കൾക്ക് നമസ്കാരം എന്ന് പറഞ്ഞ് മത്സ്യത്തൊഴിലാളികൾക്ക് അഭിവാദ്യം അർപ്പിച്ചാണ് പ്രധാനമന്ത്രി പ്രസംഗം ആരംഭിച്ചത്. മലയാളി സംസ്കാരത്തിനും സ്വത്വത്തിനും അനുസൃതമായി സംസ്ഥാനത്തിന് ഇപ്പോൾ കേരളം എന്ന ശരിയായ പേര് ലഭിച്ചതിൽ പ്രധാനമന്ത്രി സന്തോഷം പ്രകടിപ്പിച്ചു. ഉപജീവനമാർഗവും പ്രകൃതിയും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനുള്ള ഇന്ത്യൻ പാരമ്പര്യങ്ങളെ മത്സ്യത്തൊഴിലാളി സമൂഹം പ്രതിഫലിപ്പിക്കുന്നു. ലോകം, ജലം, നദികൾ, കടലുകൾ എന്നിവയെ വിഭവങ്ങളായി കണക്കാക്കുന്നു. എന്നാൽ ധീവര സമൂഹം സമുദ്രങ്ങളെ അവരുടെ അമ്മയായി കണക്കാക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. കടലിനോടും പ്രകൃതിയോടും ചേർന്ന് ജീവിക്കുന്ന ധീവര സമൂഹം രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകുന്നവരാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്ത്യയുടെ സമുദ്രസമ്പത്ത് സംരക്ഷിക്കുന്നതിലും രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിലും മത്സ്യത്തൊഴിലാളികളുടെ പങ്ക് വളരെ പ്രധാനമാണ്. മത്സ്യബന്ധന മേഖലയിലെ വികസനത്തിനായി കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിനായി പ്രത്യേക മന്ത്രാലയം രൂപീകരിച്ചത് കേരളത്തിന് ഗണ്യമായി ഗുണം ചെയ്തു. മത്സ്യത്തൊഴിലാളികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമായി ബ്ലൂ എക്കണോമി വികസനത്തിന് സർക്കാർ മുൻഗണന നൽകുകയാണ്. ആധുനിക മത്സ്യബന്ധന സൗകര്യങ്ങൾ, തുറമുഖ വികസനം, മത്സ്യസംസ്കരണ കേന്ദ്രങ്ങൾ എന്നിവ വഴി മത്സ്യത്തൊഴിലാളികൾക്ക് കൂടുതൽ വരുമാനം ലഭിക്കാനുള്ള സാഹചര്യം സൃഷ്ടിച്ചു. പ്രധാനമന്ത്രി മത്സ്യസമ്പദാ യോജന പ്രകാരം സംസ്ഥാനത്തെ മത്സ്യബന്ധന വികസനത്തിനായി ഏകദേശം 1400 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു. കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സുരക്ഷാ ഉപകരണങ്ങൾ, ഇൻഷുറൻസ് പദ്ധതികൾ, വീടുകൾ, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ നൽകുന്നതിൽ സർക്കാർ ശ്രദ്ധ ചെലുത്തുന്നു. 2018 കേരളത്തിലെ പ്രളയ രക്ഷാപ്രവർത്തനങ്ങളിൽ മത്സ്യത്തൊഴിലാളി സമൂഹം വഹിച്ച പങ്കിനെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ധീവര സമൂഹത്തിന്റെ ഐക്യവും സംഘടനാശക്തിയും കേരളത്തിന്റെ സാമൂഹിക മുന്നേറ്റത്തിന് സഹായകമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മത്സ്യത്തൊഴിലാളികളുടെ ജീവിത നിലവാരം ഉയർത്താനും സമുദ്ര വ്യവസായം വികസിപ്പിക്കാനും കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ, അനുകൂല കാലാവസ്ഥ, സാങ്കേതിക മുന്നേറ്റങ്ങൾ എന്നിവ ഉൾപ്പെടെ നിരവധി അനുകൂല ഘടകങ്ങളും സാധ്യതകളും കേരളത്തിനുണ്ടെന്ന് കൊച്ചിയിൽ നടന്ന മോദിക്കൊപ്പം വികസിത കേരളം എന്ന യോഗത്തിൽ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ടൂറിസം, നൈപുണ്യ വികസനം, സാങ്കേതികവിദ്യ എന്നീ മേഖലകളിൽ സംസ്ഥാനത്ത് പുതിയ അവസരങ്ങൾ രൂപപ്പെടുമെന്നും നിലവിലെ പ്രത്യേക സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിൽ താമസിക്കുന്ന ഇന്ത്യക്കാരുടെ സുരക്ഷ സർക്കാർ ഉറപ്പാക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇപ്പോഴുള്ള സാഹചര്യങ്ങൾ സ്വാശ്രയത്വത്തിന്റെ ആവശ്യകതയെ കൂടുതൽ വ്യക്തമാക്കുന്നു. ഊർജ്ജ മേഖലയിൽ മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ സോളാർ പദ്ധതികളും ഇലക്ട്രിക് വാഹനങ്ങളും സഹായിക്കും. കേന്ദ്ര സർക്കാർ ആരംഭിച്ച അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ പരസ്പര ബന്ധം കാര്യക്ഷമമാക്കുകയും പ്രാദേശിക ജനതയ്ക്ക് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുകയും അതുവഴി പ്രാദേശിക സമ്പദ്വ്യവസ്ഥ മെച്ചപ്പെടുത്തുകയും ചെയ്യുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനം സംസ്ഥാനത്തിന് പുതിയ വികസന പ്രതീക്ഷകളാണ് നൽകുന്നത്. അടിസ്ഥാന സൗകര്യ വികസനം, ദേശീയപാതകൾ, റെയിൽവേ, തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ തുടങ്ങിയ പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാർ സാമ്പത്തിക സഹായവും നയപരമായ പിന്തുണയും നൽകുന്നു. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിലൂടെ കേരളത്തിന്റെ പുരോഗതിക്ക് ഇത് പുതിയ ദിശാബോധം നൽകും. ജനങ്ങളിൽ പ്രതീക്ഷയും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുന്നതോടൊപ്പം ഭാവിയിലെ വികസന മുന്നേറ്റത്തിന് ശക്തമായ അടിത്തറയാണ് ഇതുവഴി ഉറപ്പാകുന്നത്. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.